ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്ത ഒരു മണിക്കൂറിൽ നമ്മൾ ജനങ്ങളുടെ പ്രതികരണങ്ങളുമായി ഒരു വാർത്താ മണിക്കൂർ നിറയ്ക്കുന്നു. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ പരിപാടിയിൽ വിളിക്കണം, പ്രതികരിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം. അതുകൊണ്ട് സ്ക്രീനിൽ നമ്പർ കാണിച്ചിരുന്നു പതിപോലെ വാട്സപ്പ് നമ്പറാണ്. ഇത് നിങ്ങളുടെ വിളികളുണ്ടാകും, നിങ്ങളുടെ ദൃശ്യങ്ങളുണ്ടാകും. 6235968937 ഇതാണ് വാട്സപ്പ് നമ്പർ. അതേപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രതികരിക്കണമെന്ന് തോന്നിയാൽ വിളിക്കേണ്ട ലാൻഡ് ലൈൻ നമ്പർ 0484283050 048428305110. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ 24 ലോഗിൻ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ അഭിപ്രായങ്ങളോടെ കുറിക്കുക. അപ്പോൾ വിളികളും സന്ദേശങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂർ ഈ പ്രതികരണ വേദി പൊടി പൊടിക്കുന്നു. അപ്പോൾ നമ്മൾ പൊളിക്കും. ഓക്കെ, നിങ്ങളൊക്കെ റെഡിയല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഞാൻ ആദ്യം കടക്കുന്നത്. ഒരു സാധാരണ പൗരൻ എന്ന പരിഗണന മതി ഒരു മാധ്യമപ്രവർത്തകന്. സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനും ചോദ്യം ചെയ്യലിന് വിധേയമാകുന്നതിനും ഒരു രാത്രി ലോക്കപ്പിൽ കഴിയുന്നതിനൊക്കെ ഒരു മര്യാദയും രീതിയുമുണ്ട്, മാന്യമായ ഒരു രീതി. അതാകെ അട്ടിമറിക്കപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ വാർത്താ പകലിൽ സംഭവിച്ചത്. ഇത് ധിക്കാരത്തിൻ്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും പകയുടെയും കേട്ടുകേൾവിയില്ലാത്ത ഉദാഹരണമാണ്. ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഈ അതിരപ്പള്ളിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനിടയിൽ എനിക്കൊരു തമാശ പറയാൻ തോന്നുന്നു. കാട്ടുപന്നിയുടെ ഇറച്ചിയുടെ സ്വാദ് പോലും ഈ ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പന്നിയുടെ ഇറച്ചിക്ക് നല്ല സ്വാദാണെന്നാണ് ഒരു അതിരപ്പള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് അവിടുത്തെ അതിരപ്പള്ളിയിലെ ജനങ്ങൾക്കറിയാം ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. വനംവകുപ്പിൻ്റെ വ്യാജ പരാതിയിൽ 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തത് വീട് വളഞ്ഞാണ്. കൊടും കുറ്റവാളികളെ പോലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതേസമയം ഒരുപാട് നരാധമന്മാരായ വില്ലന്മാരും കൊലപാതകികളും ഈ കൂട്ടരുടെ മൂക്കിൻ തുമ്പിൽ വിലസി നടക്കുമ്പോഴാണ് ഇരുട്ടിൻ്റെ മറവിൽ എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ച് സുപ്രീം കോടതിയുടെ അറസ്റ്റ് സംബന്ധിച്ചിട്ടുള്ള അറസ്റ്റ് മെമ്മോ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം അവഗണിച്ച് റൂബിൻ ലാലിനെ പോലീസ് ലോക്കപ്പിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് വനിതാ പോലീസുകാരുള്ള സ്റ്റേഷനിൽ വിവസ്ത്രനായി നിർത്തിയത്. വലിയ ഒരു സംസ്കാരം ഉണ്ടാക്കിയ ഒരു സമൂഹത്തിൽ പോലീസ് ഇങ്ങനെ ആകണമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇങ്ങനെ ആകരുത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പീഡനങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു വന്ന പൊതുപ്രവർത്തകരും നേതാക്കന്മാരുമൊക്കെ ഭരണത്തിൽ വിലസുന്ന ഈ കാലത്ത് ഇതൊക്കെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് 24 പറയും. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. സി ഐ ആണ് കൊല്ലും എന്ന് പറഞ്ഞേ. സി ഐ എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞേ. ഈ അതിരപ്പള്ളിയിലെ CI എന്ന് പറയുന്ന ആൾ അല്പം സർഗബോധമൊക്കെ ഉള്ളൊരു കുരുപ്പുഴക്കാരനാണ് എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. കൊല്ലത്ത് ക്രൈംബ്രാഞ്ച് SI ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സർഗബോധവും അദ്ദേഹത്തിൻ്റെ സാഹിത്യബോധവും ഒക്കെ അദ്ദേഹത്തെ നയിക്കുന്നത് ലോക്കപ്പിൽ മർദ്ദനത്തിനും അതുപോലെ ഒരു മനുഷ്യനെ കൊണ്ടുവച്ച് പീഡിപ്പിക്കാനുമാണ്. അതുപോലെ അയാളെ വിവസ്ത്രനാക്കി നിർത്തി രാവിലെ 9 മണി വരെയും, അതായത് കൊച്ചിയിൽ നിന്നൊരു മേലുദ്യോഗസ്ഥൻ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നത് വരെ ഇയാൾക്ക് വസ്ത്രം കൊടുക്കണമെന്ന് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ആഗ്രഹം തോന്നിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് മേലുദ്യോഗസ്ഥൻ ഒരാളെ അങ്ങോട്ട് അയക്കുന്ന, ഒരു DYSP ഇങ്ങോട്ട് കയറി വരാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ ഈ തടവിൽ കിടക്കുന്ന ആളിന് ഒരു ലുങ്കി ഉടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. ലുങ്കി വേണ്ട എന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ ഈ റൂബിൻ ലാൽ പറയുമ്പോൾ അത് ചിരുകി വയ്ക്കാൻ വരെ പോലീസുകാർ ശ്രമിക്കുന്നു. ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ, ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കില്ല. എന്തൊക്കെയായാലും ഈ അതിരപ്പള്ളിയിൽ വനം വകുപ്പും പോലീസും തമ്മിൽ നടത്തുന്ന ഒത്താശയുടെ ഒരുപാട് ഏടുകൾ ഞങ്ങൾക്ക് അനാവരണം ചെയ്യേണ്ടി വരും. അതിൻ്റെയൊക്കെ പല കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുകൂടി ആൻഡ്രിക് എന്ന് പറയുന്ന CI മനസ്സിലാക്കിക്കോളൂ. ഇപ്പോൾ ഞങ്ങൾ പോരാട്ടം ഇവിടെ തുടങ്ങിയാണ്. ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു. പറയൂ ശ്രീകാന്ത്.
പട്ടപ്പകൽ സംഭവിച്ചത്. ഇന്ന് നട്ടപ്പാതിരയ്ക്ക് ഉറങ്ങിക്കിടന്ന അമ്മയെ പോലും അറിയിക്കാതെ ഈ അതിരപ്പള്ളിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല സംസ്കാര സമ്പന്നരായ പോലീസ് ഓഫീസർ ചെയ്യാത്ത രീതിയിൽ വിവസ്ത്രനാക്കി കേരള പോലീസിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ. പറയൂ വിവരങ്ങൾ. SKN, ഈ കേസ് ഇതിനു മുൻപ് നമ്മളൊന്നും തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. ഇതിനു മുൻപ് പണ്ടൊക്കെ ഇതിങ്ങനെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇത്രയധികം പുരോഗമനം പറയുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ നടന്നതൊക്കെ ആരെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. ഇന്നലെ രാത്രി അമ്മയും മകനും മാത്രമുള്ളപ്പോൾ അമ്മ പോലും അറിയാതെ മകനെ ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നു പോലീസ്. അവിടെ നിന്നും ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ പിടിച്ചിറക്കിക്കൊണ്ടു പോകുന്നു. മൊബൈൽ ഫോൺ താഴെ എറിഞ്ഞ് പൊട്ടിച്ച് എടുത്തു കളയുന്നു. പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും വഴി കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷവും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ അസഭ്യവാക്കുകൾ പറയുകയും ചെയ്യുന്നു. ഒപ്പം ഈ അടിവസ്ത്രം മാത്രം ഇടിയിച്ച് ഒരു GD ചാർജായി ഇരുന്നതൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവരുടെ മുന്നിൽ വെച്ചാണ് അടിവസ്ത്രം മാത്രം ഇടിയിച്ച് ഒരു ചെറുപ്പക്കാരനെ ആ സെല്ലിൽ രാത്രി മുതൽ രാവിലെ വരെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ CI ആൻഡ്രിക് നിർത്തിയിരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെ അവരുടെ ഈ റുബിൻ ലാലിന്റെ സഹോദരനും അതോടൊപ്പം തന്നെ നമ്മളും ചെല്ലുമ്പോഴാണ് ഈ CI അവിടേക്ക് പിന്നെയും വരുന്നത്. CI ആ ഘട്ടത്തിലും വളരെ പരുഷമായാണ് സംസാരിക്കുന്നത്. ഫോൺ എടുക്കാൻ തയ്യാറാവുന്നില്ല, ആരോടും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല, വെള്ളം പോലും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇത് വാർത്തയായതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമ്പോഴാണ് ഒരു കൈലി ഈ പറഞ്ഞ റുബിൻ ലാലിന്റെ നാണം മറയ്ക്കാൻ ഒരു കൈലി ലോക്കപ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഈ പോലീസുകാർ. അപ്പോഴാണ് ശേഷം ഈ റുബിൻ ലാലിനെ ഏതാണ്ടൊരു ഉച്ചയോടുകൂടി കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. കോടതിയിൽ ജഡ്ജ് ചോദിക്കുന്നു, പോലീസിൽ നിന്നും മർദ്ദനം നേരിട്ടോ എന്ന്. വലിയ കൊടിയ മർദ്ദനം നേരിട്ടെന്ന് റുബിൻ ലാൽ മറുപടി നൽകുന്നു. അത് മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റുബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനായി വെച്ചിരിക്കുകയാണ്. ഇതിൽ ഒരു തരത്തിലുള്ള നിയമം പാലിക്കാതെയാണ് അറസ്റ്റ് നടന്നത് എന്ന് വ്യക്തമാണ്. കാരണം അറസ്റ്റ് മെമ്മോ നൽകിയില്ല, ഇന്റിമേഷൻ നൽകിയില്ല, ഒപ്പം അഭിഭാഷകനെ ബന്ധപ്പെടാനുള്ള സൗകര്യമടക്കം നൽകിയിട്ടില്ല എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ടതാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റുബിൻ ലാലിനോടുണ്ടായിരുന്ന തീർത്താൽ തീരാത്ത പക, ആ സ്ഥലത്ത് നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വരുത്തുന്ന വീഴ്ചകൾ മാധ്യമങ്ങളിൽ അവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ വരുത്തിയിരുന്ന കാര്യം, ഇതിനാലാണ് അവർ ഗൂഢാലോചന നടത്തി അവിടെ സ്റ്റേഷനിൽ പോയി ഇരുന്ന് സമ്മർദ്ദം ചെലുത്തി റുബിൻ ലാലിനെ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്തതും ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അടിവസ്ത്രത്തിൽ രാവിലെ വരെ 8 മണിക്കൂറോളം അങ്ങനെ ഇട്ടതും. SKN, വലിയ പ്രതിഷേധം അവിടെ ഈ പോലീസ് നടപടിക്കെതിരെ ഉണ്ട്. നാളെ എന്തായാലും കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ആ ഘട്ടത്തിൽ അറിയാം ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. SKN. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരുപാട് ഈ വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും അതിക്രമങ്ങളെക്കുറിച്ച് വിവരാവകാശ രേഖ സമർപ്പിക്കുകയും രേഖ നേടുകയും അതിനെതിരെ നിരന്തരം പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ റുബിൻ ലാൽ. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് റുബിൻ ലാലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. അയാൾക്കെതിരെ ഒരുപാട് കള്ളക്കേസുകൾ എടുക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ വനംവകുപ്പിലെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സത്യഗ്രഹം ഇരുന്ന് തന്നെ സമ്മർദ്ദം ചെലുത്തിയാണ് ഇത്തരമൊരു FIR, നോൺ ബെയിലബിൾ FIR ഇടിയിച്ചത് എന്ന് ചില സ്വകാര്യ സംഭാഷണങ്ങളിൽ ഈ CI പറഞ്ഞത് ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. അവിടെ അടിസ്ഥാനപരമായൊരു ചോദ്യം ഞങ്ങൾ ഉയർത്തുന്നു. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സമ്മർദ്ദം ചെലുത്തിയാൽ എടുത്തുപയോഗിക്കാൻ പറ്റുന്നതാണോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നോൺ ബെയിലബിൾ വകുപ്പുകൾ? അതും ഒരു പൗരനെതിരെ. ഈ പൗരൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ അതിരപ്പള്ളിയിലെ CIയുടെ ഔദാര്യമല്ല, ഇന്ത്യൻ ഭരണഘടന കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള സാധനമാണ് എന്ന് CI ആരാണ് പഠിപ്പിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കും മുമ്പ് 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റുബിൻ ലാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഇന്ന് കേസെടുത്തു. തൃശ്ശൂർ റൂറൽ SP 15 ദിവസങ്ങൾക്കകം റിപ്പോർട്ട് നൽകാൻ കർശനമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് തത്സമയം ചേരുന്നു. ദീപക്, നമ്മുടെ ദൃശ്യങ്ങൾ കണ്ടാണ് സംപ്രേഷണം ചെയ്ത വിവസ്ത്രനാക്കിയ പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നിർത്തിയിരിക്കുന്ന റുബിൻ ലാലിനെ കണ്ട് ദൃശ്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷമാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയൂ.
SKN അത് തന്നെയാണ്. മനുഷ്യാവകാശ ലംഘനം കൃത്യമായി മനുഷ്യാവകാശ കമ്മീഷന് പ്രാഥമികമായി ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ കേസെടുത്തത്. അതായത് റോബിൻ ലാലിന് നേരെ കൃത്യമായ മനുഷ്യാവകാശ ലംഘനം, ഒരു മാധ്യമപ്രവർത്തകനെ ആ ജോലി ചെയ്യുന്നത് തടസ്സപ്പെടുത്തി. എന്നാൽ തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നു. CCFന്റെ അന്വേഷണം വനം മന്ത്രി സർക്കാർ പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണത്തിൽ കുടുങ്ങുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഈ ജാക്സൺ എന്ന ഈ വനം വകുപ്പിലെ ഏറ്റവും താഴേക്കിടയിലുള്ള കേഡറിലെ ഉദ്യോഗസ്ഥനാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ആ ഫോറസ്റ്റ് ഓഫീസർ പോലീസിൽ സമ്മർദ്ദം ചെലുത്തി പോലീസിനെ സ്വാധീനിക്കുന്നു. ഒരു IP, അതായത് ഹെൻറിക് എന്ന ഈ IP പാതിരാത്രിയിൽ പോയി ഈ മാധ്യമപ്രവർത്തകനെ പിടിക്കുന്നു. ഈ എല്ലാ ഉദ്യോഗസ്ഥരും പറയുന്നത് ഇങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല. ഇന്ന് ADGP മുതൽ നോർത്ത് സോൺ IG വരെയുള്ള നിരവധി ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. ഇവരെല്ലാം പറയുന്നത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവുമില്ല എന്നുള്ളതാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. തൃശൂർ റൂറൽ SP 15 ദിവസത്തിനകം വിശദമായ അന്വേഷണം നടത്തി. അതായത് ഈ കള്ളക്കേസ് ഉൾപ്പെടെ ഈ മർദ്ദനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ പറയുന്നത്. SKN ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. തൃശൂർ റൂറൽ SPയെ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ വേണ്ടി നോർത്ത് സോൺ IG കാലത്ത് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ എന്നാൽ ഈ വൈകുന്നേരം പോലും ഈ തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ ഇതുവരെയും റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, നമ്മുടെ പോലീസുകാരുടെയൊക്കെ നിയന്ത്രണം വിട്ടുപോയെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ അനുസരിക്കാത്ത CI, അനുസരിക്കാത്ത റൂറൽ SP, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണോ കേരള പോലീസിൽ പല സ്ഥലത്തും കാവലിരിക്കുന്നത് മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടി? SKN അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ന് കാലത്ത് ഞാൻ അവിടുത്തെ DYSP, ചാലക്കുടി DYSP അശോകനെ വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അറസ്റ്റ് ചെയ്ത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അദ്ദേഹം മുതിർന്ന ഉദ്യോഗസ്ഥരോടും പറഞ്ഞത് ഈ രാത്രി കയറി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നുള്ളതാണ്. വിവസ്ത്രനായി സ്റ്റേഷനിൽ നിർത്തിയ കാര്യത്തെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർ DYSPയോട് ചോദിച്ചപ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹം ന്യായീകരിച്ചു. ആ ഘട്ടത്തിലാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ, അതായത് ADGP MR അജിത് കുമാർ, അതുപോലെ തന്നെ നോർത്ത് സോൺ IG സേതുരാമൻ, ഇവർ കൃത്യമായി പറയുന്നു CCTV പരിശോധിക്കാൻ. CCTV പരിശോധിച്ചപ്പോൾ DYSPക്ക് വ്യക്തമാകുന്നു വിവസ്ത്രനാക്കിയാണ് സ്റ്റേഷനിൽ നിർത്തിയത്, പാതിരാത്രിയിലാണ് കൊണ്ടുവന്നത്. പക്ഷേ എന്നാൽ മർദ്ദനം നടത്തുമ്പോൾ പോലീസുകാർ സാധാരണ സ്റ്റേഷനിൽ CCTV ദൃശ്യങ്ങൾ പതിയാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിക്കുക പതിവാണ്. അതുതന്നെ ഈ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം മർദ്ദന ദൃശ്യങ്ങൾ ഇല്ലെന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ എന്നാൽ റൂബിൻ ലാലിനെ ജീപ്പിലിട്ട് മർദ്ദിച്ചു, അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്ന് റൂബിൻ ലാലിന്റെ ബന്ധുക്കളും സ്ഥിരീകരിക്കുന്നുണ്ട് SKN. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ് അതിരപ്പള്ളി പോലീസ് ചെയ്തത്. ആ ഹെൻറിക്കിന്റെ എൻട്രി കാർഡ് കട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളത് സത്യമാണ് SKN. കാരണം മൃദുഭാവയെ ദൃഢകൃത്യ എന്നുള്ളതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പക്ഷേ എന്നാൽ അതല്ല നടന്നിരിക്കുന്നത്. ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരുപക്ഷെ ഈ കാട്ടുപന്നി ഇറച്ചിയുടെ സ്വാദിനെ കുറിച്ചായിരിക്കും. കാരണം SKN ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കാട്ടിൽ നടക്കുന്ന ഇത്തരം മരണങ്ങൾ, ഈ വന്യജീവികളുടെ മരണങ്ങൾ ഈ വനം വകുപ്പിലെ കീഴുദ്യോഗസ്ഥരുടെ ഒരു പ്രധാന പണമിടപാടിന്റെ കാര്യം കൂടിയാണ്. അതായത് ഒരു ആക്സിഡന്റിൽ ഒരു വാഹനമിടിച്ച് ഒരു കാട്ടുപോത്ത് മരിച്ചാൽ അതിലൂടെ കാശുണ്ടാക്കാൻ പറ്റും. കാരണം മാധ്യമങ്ങൾ ദൃശ്യങ്ങൾ എടുത്താൽ അത് OR രജിസ്റ്റർ ചെയ്യുകയും വനം വകുപ്പിന്റെ കണക്കിലേക്ക് മാറുകയും ചെയ്യും. എന്നാൽ അതില്ലാതെയാണെങ്കിൽ ഇവർക്ക് അത് മാംസമായി, ഈ കൊമ്പുകളായി, തോലുകളായി വിൽക്കാനുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യമാണ് റോബിൻ ലാൽ ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ ഇല്ലാതായത് SKN. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വേട്ടയാടൽ റോബിൻ ലാലിന് നേരെ ഉണ്ടായതെന്ന് വേണം നമുക്ക് കരുതാൻ. അത്തരം വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. പെരിയാറിലെ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിയിൽ വകുപ്പുകളുടെ പരസ്പരം പഴിചാരൽ തുടരുന്നു. മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് വീഴ്ച സംഭവിച്ചു എന്നാണ് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ റിപ്പോർട്ട്. വ്യവസായ സ്ഥാപനങ്ങളിലെ നിരീക്ഷണ സംവിധാനങ്ങൾ അപര്യാപ്തമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. അതേസമയം പുഴയിൽ രാസമാലിന്യം കലർന്നതല്ല മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് കാരണമെന്ന് ആവർത്തിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിനെ കുരുതിക്കളമാക്കിയതിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച വളരെ വലുതാണ്. ഇത് സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോഴും വീഴ്ച മറയ്ക്കാനാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ ശ്രമം. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മത്സ്യസമുദ്ര ഗവേഷണ സർവകലാശാലയുടെ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് സബ് കളക്ടറുടെ കണ്ടെത്തലുകൾ. അമോണിയയും സൾഫൈഡും അടക്കമുള്ള രാസമാലിന്യങ്ങൾ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെന്നായിരുന്നു കുഫോസിന്റെ കണ്ടെത്തൽ. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായതായി സബ് കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ സംവിധാനങ്ങൾ അപര്യാപ്തമാണ്. മത്സ്യകർഷകരെ ഉൾപ്പെടുത്തി നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തണം. പെരിയാറിനുണ്ടായ പാരിസ്ഥിതിക തിരിച്ചടി
വിശദമായി പരിശോധിക്കണം. മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. പെരിയാറിൽ രാസമാലിന്യം കലർന്നതല്ല മത്സ്യക്കുരുതിക്ക് കാരണമെന്ന പരിശോധനാ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിൽ മാലിന്യമൊഴുക്കിയ AK കെമിക്കൽസ്, അർജുന നാച്ചുറൽസ് എന്നീ കമ്പനികൾക്ക് നോട്ടീസ് നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. റീസൺ നമുക്ക് അറിയില്ല. ഇപ്പോൾ കുഫോസിന്റെ കൂടെ റിപ്പോർട്ട് നമ്മൾ കുഫോസിന് ഫിഷ് സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുഫോസിന്റെ റിപ്പോർട്ട് കൂടെ വന്നതിന് ശേഷം നമുക്കൊരു കൺക്ലൂഷൻ പറയാൻ പറ്റുള്ളൂ. അർജുന നാച്ചുറൽസ് എന്നുള്ള കമ്പനിയുടെ ഒരു സ്റ്റോം വാട്ടർ ഡ്രെയിനിൽ കൂടെ ഒരു ബ്ലാക്കിഷ് കളറിലുള്ള വെള്ളം സ്റ്റോം വാട്ടറിനൊപ്പം ഒഴുകുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ ലീഗൽ സാമ്പിൾ എടുത്തിട്ടുണ്ട്. അതും അനാലിസിസ് റിപ്പോർട്ടിനായിട്ട് നമ്മൾ സാമ്പിൾസ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളതിന് അങ്ങനെ ഒരു ഇഷ്യൂ കണ്ടതുകൊണ്ട് നമ്മൾ നോട്ടീസ് കൊടുക്കുകയാണ്. പെരിയാറിലെ നിരീക്ഷണ സംവിധാനങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്ന ആവശ്യവുമായി ഏലൂർ നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ പ്രതിഷേധിച്ചു. വലിയ ദുരന്തമുണ്ടായിട്ടും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തുടരുകയാണെന്നാണ് ആരോപണം. ഈ അടുത്ത ദിവസം ഉണ്ടായിട്ടുള്ള ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിട്ട് ആ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ബന്ധപ്പെട്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നുള്ളത് ഈ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരും നേതാക്കന്മാരും ഉൾപ്പെടെ വന്ന് സമരം ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തകരാറിലായ നിരീക്ഷണ ക്യാമറകൾ മാറ്റി സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മറുപടി. സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ കർഷകർക്കുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് കൃത്യമായി പറയുന്നുണ്ട്. സർക്കാർ ഇനി നഷ്ടപരിഹാരം നൽകാനുള്ള അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ അബിത്തിനോടൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഉണ്ടായ നഷ്ടത്തിന് ഉചിതമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പെരിയാറിനെ മലിനമാക്കുന്ന കമ്പനികൾക്കെതിരെയും അവർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. ഒന്നും കിട്ടാറില്ല. വല 18 വെള്ളത്തിൽ പോയി ഞാൻ ചേച്ചി കാശ് കൊടുത്ത് അതെടുത്ത് കരപ്പേ കയറ്റി പണിത് 3 പ്രാവശ്യമൊക്കെ ഞാൻ MLA-യുടെ അടുത്തൊക്കെ നടന്നു. ഒന്നും കിട്ടിയില്ല. പഞ്ചായത്തിലും പോയി, ഒന്നും കിട്ടിയില്ല. ഒരു മീൻ ചാകണമെങ്കിൽ ഓക്സിജൻ കൊണ്ട് ഇവിടെ കാണാൻ വന്ന് കാണട്ടെ. വരും ഓരോ കൂടുകളിലും ഓക്സിജൻ വെച്ചിട്ടുള്ള കൂടുകളുണ്ട്. ഈ ഓക്സിജൻ കൊടുത്ത കൂടുകൾ പിന്നെ എന്തിനാണ് അവിടെ ചാകുന്നത് അല്ലേ? ഇവർ നമ്മളെ പൊട്ടന്മാരാക്കുന്ന മലിനീകരണ ബോർഡിന്റെ ഉത്തരവ് വെറും പച്ചക്കള്ളം, കാശ് മേടിച്ചുണ്ടാക്കിയ ഉത്തരവ് മാത്രമേ ഉള്ളൂ. ഇനിമേലിൽ ഇതുപോലത്തെ ഒരു സംഭവം ഈ പെരിയാറിൽ ഉണ്ടാകാൻ പാടില്ല. അതല്ലാണ്ട് പുഴയിൽ വന്നേക്കുന്ന നഷ്ടം കോടാനുകോടിയുടെ മത്സ്യസമ്പത്ത് ഇല്ലാണ്ടായിപ്പോയി. അപ്പൊ ഇത് നമുക്ക് ഈ 10 കോടി എന്നൊക്കെ പറയാൻ ശരിക്കും ഞാൻ ഉദ്യോഗസ്ഥനെ അപ്പം തന്നെ പിരിച്ചുവിടണം. ശരിക്കും ചെയ്യേണ്ട പണിയതാ. മുട്ടയിടാൻ നിൽക്കുന്നത് ഇപ്പൊ ഈ അറിയാം മൺസൂൺ കാലമാണ്. മുട്ടയിടാൻ നിൽക്കുന്നതാണ് മത്സ്യങ്ങളെല്ലാം. ഈ സമയത്താണ് സംഭവിച്ചാണ്. മുട്ടയിട്ട് നിൽക്കുന്ന ആൾക്ക് മത്സ്യങ്ങൾ ഒട്ട ചത്തുപോയി. അപ്പൊ കുഞ്ഞുങ്ങളടക്കം ഒട്ടനവധി സാധനങ്ങൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. നമ്മൾ മുകളിൽ കണ്ടതല്ല യാഥാർത്ഥ്യം. ഈ കൂട് മത്സ്യ കർഷകർ ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു വാർത്ത പോലും ആവില്ലായിരുന്നു. ജനകീയ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെട്ട ഉടനടി പരിഹാരം സാധ്യമാക്കിയാണ് ഇപ്പോൾ 24. നമുക്ക് കാണാം ആ പരിപാടി ഉത്തരം. കൊല്ലത്ത് ഒരു തോടിന്റെ ഭിത്തി നിർമ്മാണത്തിനിടെ കട തകർന്ന് ജീവിതം വഴിമുട്ടിയ ഒരു വൃദ്ധന് നേരിയ ആശ്വാസം. കെട്ടിടത്തിന്റെ ഉടമയ്ക്കുണ്ടായ നഷ്ടത്തിന്റെ വില നിർണ്ണയിച്ച് ഉൾനാടൻ ജലഗതാഗത വകുപ്പ് സർക്കാർ റിപ്പോർട്ട് കൊടുത്തു. വ്യാപാരിയുടെ ദുരിതം 24 വാർത്തയാക്കിയതിന് പിന്നാലെയായിരുന്നു ഈ നടപടി. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം മൂലം ജീവിതം പ്രതിസന്ധിയിലായ വയോധികനെ നൊമ്പരപ്പെടുന്ന ഒരു കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ചേർത്ത് വെച്ചതും പ്രതീക്ഷ അർപ്പിച്ചതുമെല്ലാം കൺമുന്നിൽ നഷ്ടപ്പെടുന്നത് കാണേണ്ടി വന്ന ഒരു 70-കാരൻ്റെ ജീവിതമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. കൊല്ലം തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടയിൽ ആകെയുള്ള വരുമാന മാർഗമായ കട തകർന്ന ജീവിതം പ്രതിസന്ധിയിലായ രാജൻ എന്ന 70-കാരന്റെ ജീവിതം 24 ആണ് പുറം ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ചത്. എൻ്റെ ജീവിതമാർഗം എന്ന് വെച്ചാൽ ഈ കട കൊണ്ടാണ് ജീവിക്കുന്നത്. വേറെ ഒരു മാർഗവും ഇല്ല. 2 പെൺമക്കളും എൻ്റെ ഭാര്യയും കഴിയുന്ന ആ മക്കൾ പോലും ഇല്ലാത്തവരാണ്. അവിടുന്ന് എനിക്കിത് കട കിട്ടണം. ചേർത്ത് വെച്ചതും പ്രതീക്ഷ അർപ്പിച്ചതുമെല്ലാം കൺമുന്നിൽ നഷ്ടപ്പെടുന്നത് കാണേണ്ടി വരുന്ന ആ വൃദ്ധന്റെ ജീവിതം ഒടുവിൽ 24-ലൂടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു.
സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടയിൽ ബലക്ഷയമുണ്ടായ കെട്ടിടത്തിന്റെ ഉടമയ്ക്കുണ്ടായ നഷ്ടത്തിന്റെ വില നിർണ്ണയിച്ച ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന് റിപ്പോർട്ട് സമർപ്പിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ പൊതുമാനദണ്ഡ പ്രകാരം ഉൾനാടൻ ജലഗതാഗത വകുപ്പ് നഷ്ടം വിലയിരുത്തി റിപ്പോർട്ട് സർക്കാരിന് നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്നതോടെ തുടർ നടപടികളും ഉണ്ടായേക്കും. ഉദ്യോഗസ്ഥർക്കും 24-നും നന്ദിയെന്ന കടയുടമ രാജൻ. 24 അവസരം സാറിനും എല്ലാം നന്ദി പറയാൻ എത്രയും എൻ്റെ കട വൃത്തിയടിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും എൻ്റെ ഞാൻ ഏത് സമയം എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. പല അസുഖമാണ് എനിക്ക്. 24 അങ്ങേയറ്റം എനിക്ക് ഉപകാരം ചെയ്തതിന് വളരെ നന്ദി പറയുന്നു. സമീപത്തെ തകർച്ചയിലായ മറ്റൊരു കടയ്ക്കും നഷ്ടപരിഹാരം ലഭിക്കും. 24-ന്റെ ഇടപെടലിന് നന്ദിയെന്ന വ്യാപാരികളുടെ സംഘടനയായ കൊയിലോൺ ഡിസ്ട്രിക്ട് റീറ്റെയിൽ മർച്ചന്റ് അസോസിയേഷൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻസ്പെക്ഷൻ നടക്കുകയും അതിന് തുകയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ മാത്രമേ തീർപ്പ് കൽപ്പിക്കാതുള്ളൂ. ബാക്കിയെല്ലാം അവരുടെ ഭാഗത്തു നിന്ന് നല്ല അനുകൂലമായ ഒരു നിലപാടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 11 മീറ്റർ ആഴത്തിൽ യന്ത്രസാമഗ്രികൾ താഴ്ത്തിയതാണ് സമീപത്തെ കെട്ടിടങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. ഒടുവിൽ 70-കാരന്റെ കണ്ണുനീരിന് ആശ്വാസമാവുകയാണ്. അനധികൃത നിർമ്മാണത്തിൽ തകർന്ന കട പുനർനിർമ്മിക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ കൈക്കൊണ്ടു തുടങ്ങി. വാർത്തയ്ക്ക് പിന്നാലെ ഇടപെട്ട ഉദ്യോഗസ്ഥർക്ക് 24-ന്റെ 1000 നന്ദി. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. സിനിമയിൽ മാത്രം കണ്ടു പരിചയിച്ച കുറ്റകൃത്യങ്ങളുടെ പുനരാവിഷ്കാരം, അന്വേഷണ വഴിയിലെ ഡമ്മി പരീക്ഷണം, അതായിരുന്നു ഇന്ന് തലസ്ഥാന നഗരത്തിൽ നടന്ന KSRTC ഡമ്മി ടെസ്റ്റ്. കാറും ബസ്സും മുട്ടി ഉരുമി ഒരിക്കൽ കൂടി ഓട്ടം നടത്തി നോക്കി തിരുവനന്തപുരത്ത്. ആംഗ്യവും ചേസിങ്ങും എല്ലാം ഒന്നും കൂടി ആവർത്തിച്ചു. ഡ്രൈവർ യദുവിൻ്റെ കുരുക്കുമുറുക്കി ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ആംഗ്യം കാണിച്ചാൽ കാറിലുള്ളവർക്ക് കാണാൻ കഴിയുമെന്നായിരുന്നു അന്വേഷണം. എന്നാൽ കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണ്ടെത്തൽ. എന്തായാലും ഈ ഡ്രൈവർക്ക് കഷ്ടകാലമാണെന്ന് എനിക്ക് തോന്നുന്നു. മാത്രവുമല്ല, ഇങ്ങനെയുള്ള ആംഗ്യവിക്ഷേപം കാണിക്കുന്ന ഡ്രൈവർമാർക്കെല്ലാം കഷ്ടകാലമാണ് എന്നാണ് ഈ ഡമ്മി പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനിടെ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി എന്ന സാക്ഷിമൊഴിയും വന്നു. സാഫല്യം കോംപ്ലക്സിന് മുന്നിലുള്ള ഈ ട്രാഫിക് സിഗ്നലിൽ വെച്ചാണ് സംഭവങ്ങളുടെ തുടക്കം. KSRTC ഡ്രൈവർ തന്നെ അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന മേയറുടെ ആരോപണം. അതിനു പിന്നാലെ മേയറും ഭർത്താവും ബസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നുവെന്ന യദുവിൻ്റെ പരാതി. സംഭവങ്ങളിൽ വ്യക്തത വരുത്താൻ പോലീസിന്റെ നെട്ടോട്ടം. ഇതിനിടയിൽ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ബസ്സിൽ നിന്നും കാണാതാകുന്നു. ഏതായാലും സാഹചര്യങ്ങൾ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് പോലീസ്. ഡ്രൈവർ യദു മേയർ തർക്കത്തിൽ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചതിന്റെ പിൻബലത്തിൽ ഡ്രൈവർക്കെതിരെ തെളിവുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മേയറുടെ പ്രധാന പരാതി ഇയാൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ്. ഡ്രൈവർ സീറ്റിലിരുന്ന് ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നവർക്ക് അത് കാണാൻ സാധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ മുഖം കൊണ്ടോ കൈകൊണ്ടോ ആംഗ്യം കാണിച്ചാൽ കാണാൻ കഴിയുമോ എന്നതായിരുന്നു പോലീസിനെ കുഴക്കിയത്. ഇത് തെളിയിക്കാൻ സാക്ഷികളോ മറ്റു തെളിവുകളോ പോലീസിന്റെ പക്കൽ ഇല്ലാത്തതിനാലാണ് സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചത്. ഇക്കാണുന്ന പട്ടം ട്രാഫിക് സിഗ്നൽ മുതൽ പാളയം വരെ ഒരേ ദിശയിൽ ബസ്സും കാറും ഓടിച്ചായിരുന്നു പോലീസിന്റെ പുനരാവിഷ്കാരം. ബസ്സിന് മുന്നിൽ സഞ്ചരിച്ചിരുന്ന കാറിനെ ഇടയ്ക്കിടെ ബസ് ഓവർടേക്ക് ചെയ്തുവെന്നും ഇതിനിടയിൽ എപ്പോഴോ ആംഗ്യം കാണിച്ചുവെന്നുമായിരുന്നു ആര്യയുടെ പോലീസിനോടുള്ള വിവരണം. അപ്പോഴും പോലീസിനുണ്ടായിരുന്ന സംശയം അത് വ്യക്തമായി കണ്ടോ എന്നുള്ളതാണ്. എന്നാൽ നിലവിൽ പുനരാവിഷ്കരിച്ചതിനു ശേഷം പോലീസ് പറയുന്നത് അത്തരത്തിലൊരു ആംഗ്യം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കാണിച്ചാൽ നിലവിലെ വെളിച്ച സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വ്യക്തമായി കാണാൻ കഴിയുമെന്ന് തന്നെയാണ്. സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മേയർ ഡ്രൈവർക്കെതിരെ നൽകിയ പരാതി നിലനിൽക്കുമെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. പരീക്ഷണം തെളിവായി വെച്ച് കേസിന്റെ അന്വേഷണത്തിലെ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. ഇതിനിടെ മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA ബസ്സിനകത്ത് കയറിയെന്ന് പോലീസിന് സാക്ഷിമൊഴി ലഭിച്ചിട്ടുണ്ട്. MLA ബസ്സിൽ കയറി തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടെന്നാണ് യാത്രക്കാർ നൽകിയിരിക്കുന്ന മൊഴി. ബസ്സിലെ കണ്ടക്ടർ നേരത്തെ KSRTCക്ക് നൽകിയ മൊഴിയിലും MLA ബസ്സിനകത്ത് കയറിയെന്ന് പറഞ്ഞിരുന്നു. ഈ മൊഴികൾ മേയർക്കും ഭർത്താവിനും കുരുക്കാകും. മേയർ KSRTC തർക്കത്തിൽ 3 കേസുകളാണ് എടുത്തിരുന്നത്. ഇതിൽ മേയറുടെ പരാതിയിൽ അന്വേഷണ പുരോഗതി ഉണ്ടാകുകയും മറ്റു കേസുകളിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയും ചെയ്യുന്നത് എന്തൊരു ഇരട്ടത്താപ്പാണ്. സംഭവത്തിൽ വ്യക്തതയുണ്ടാകാനുള്ള ഒരേ ഒരു സാധ്യതയായ മെമ്മറി കാർഡ് എവിടെയാണെന്ന് പോലും അറിയില്ല. അത് കണ്ടുപിടിക്കേണ്ട പോലീസാകട്ടെ തത്തമ്മേ പൂച്ച എന്ന സർക്കാർ ലൈനിലുമാണ്. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.
പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്തർ വാർത്ത അറിയിക്കുന്നു. മേയർ ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദുവിൻ്റെ ഹർജി തള്ളിക്കളഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ കോടതി മേൽനോട്ടം വേണം എന്ന ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. തിരുവനന്തപുരം JFMC 3 ഹർജി തള്ളിക്കളഞ്ഞത്. മേയർക്കെതിരെ അന്വേഷണത്തിലാണ് മേൽനോട്ടം യദു ആവശ്യപ്പെട്ടത്. ഷെഫീദ് റാവുത്തർ ടെലിഫോണിൽ ചേരുന്നു തിരുവനന്തപുരം നിന്ന്. ഷെഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ഹർജി തള്ളാനുള്ള സാഹചര്യം എന്തായിരുന്നു? KSRTC ഡ്രൈവർ തർക്കത്തിന് പിന്നാലെ ഡ്രൈവറായിട്ടുള്ള LH യദു കോടതിയിൽ സമീപിച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട മേയർക്കും സച്ചിൻ ദേവിനുമെതിരെ പോലീസ് കേസെടുത്തത്. കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കേസെടുത്തത്. പിന്നാലെ യദു മറ്റൊരാവശ്യവുമായി കോടതിയെ സമീപിച്ചു. അത് കോടതി മേൽനോട്ടത്തിൽ ഈ പോലീസ് അന്വേഷണത്തിൽ കോടതി മേൽനോട്ടം വേണമെന്നുള്ളതായിരുന്നു. മാത്രമല്ല ഇതിൽ യദു ചൂണ്ടിക്കാണിച്ച കാര്യം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുന്നില്ല, മാത്രവുമല്ല ഈ ആളുകൾ സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തില്ല തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകി. മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി വരികയാണെന്ന് മേയർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. അതീവ സ്വഭാവമുള്ള അല്ലെങ്കിൽ അതീവ ഗൗരവ സ്വഭാവമുള്ള കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ലെന്ന പ്രോസിക്യൂഷൻ വാദം അത് അംഗീകരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിൽ കോടതി മേൽനോട്ടം വേണമെന്നുള്ള ഹർജി തള്ളിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഈ ഹർജി തള്ളിയത്. ഏതായാലും യദുവിന്റെ ഒരാവശ്യം കോടതി തള്ളി എന്നുള്ളത് യദുവിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഒരു തിരിച്ചടിയായി നമുക്ക് കണക്കാക്കാൻ കഴിയും. SKN. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. ഷറഫുദ്ദീൻ തായാട്ട് പറയുന്നു, 24 ചാനലിനെതിരെ ഈയിടെയായി ഭരണകൂടം വേട്ടയാടലുണ്ടോ എന്ന് സംശയം തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെതിരെ നിയമപരമായ വഴി തേടുകയാണ് ഞങ്ങൾ കരണീയമായി കാണുന്നത്. മാത്രമല്ല, എപ്പോഴും ജനപക്ഷത്തു നിന്ന് സംസാരിക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അധികാരിക വർഗം നമ്മളെ ആക്രമിക്കാൻ ഒരുങ്ങും. അത് ചെറുത്ത് നിൽക്കാൻ നമുക്ക് ഒരുപാട് യത്നവും ആവശ്യമാണ്, ഒരുപാട് സമയവും ആവശ്യമാണ്. പക്ഷേ ഈ പണിക്കിറങ്ങിപ്പോയില്ലേ, നമുക്കിനി അതല്ലാതെ മറ്റു വഴിയില്ല. അതുപോലെ മറ്റൊരു കാര്യം, ബാജിദ K മോഹൻദാസ് പറയുന്നു, മാധ്യമപ്രവർത്തകർക്ക് ഇങ്ങനെയാണെങ്കിൽ സാധാരണ ആൾക്കാർക്കെതിരെ ഇവരൊക്കെ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്ന് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, എത്രയോ തവണ പോലീസ് അതിക്രമം കൊണ്ട് നിരപരാധികൾ ജയിലിനകത്ത് എത്രയോ കാലം പെട്ടുപോയിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നിയമബോധം അവബോധം നമുക്ക് കുറയുമ്പോഴാണ് ഈ പോലീസുകാർക്ക് കുറച്ചുകൂടി കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. മാത്രമല്ല, കേരള പോലീസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന നല്ല പോലീസ് സേനയാണ്. എന്നാൽ ഒരു 5% ആളുകൾ നല്ല ക്രിമിനലുകളാണ് ഈ സേനയിൽ. ഇവരാണ് പലപ്പോഴും ഈ പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയോ നല്ല പോലീസ് ഓഫീസേഴ്സുണ്ട്, കൈക്കൂലിക്കും അഴിമതിക്കും അതീതമായി പ്രവർത്തിക്കുന്ന എത്രയോ മേലുദ്യോഗസ്ഥന്മാരെ നമുക്കറിയാം. ഇനി കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് കേസ് ഡയറി. നാടാകെ അഴിഞ്ഞാടുന്ന ഗൂണ്ടകളെ പിടിച്ചുകെട്ടാൻ DGP ഓപ്പറേഷൻ ആഗിന് ഇറങ്ങിയപ്പോൾ അതേ ഓപ്പറേഷനിൽ വെള്ളമൊഴിച്ചു കെടുത്തി ഒരു DYSP. ഗൂണ്ടാ നേതാവ് തമ്മനം ഫൈസൽ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത് ആലപ്പുഴയിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP MG സാബുവും 2 പോലീസുകാരും ചരിത്രമെഴുതി. അങ്കമാലി SI അപ്രതീക്ഷിത പരിശോധനയ്ക്കെത്തിയപ്പോൾ DYSP ശുചിമുറി കയറി ഒളിച്ചു. സേനയ്ക്കാകെ നാണക്കേടായ സംഭവത്തിൽ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അപ്പോഴും DYSPക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ഗുണ്ടാ വിളയാട്ടം തടയാൻ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോകുമ്പോഴാണ് ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെ വിരുന്നിൽ പങ്കെടുക്കാൻ ഡിവൈഎസ്പിയും പോലീസുകാരും എത്തിയത്. എറണാകുളം അങ്കമാലിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുണ്ടാ നേതാവ് വിരുന്നൊരുക്കിയത്. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ പുളിയനത്തെ വീട്ടിലെ വിരുന്നിൽ പങ്കെടുക്കാനാണ് ആലപ്പുഴ ക്രൈം ഡിവൈഎസ്പി MG സാബുവും പോലീസുകാരും എത്തിയത്. ഇതിനിടെയാണ് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെയുള്ള ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി അങ്കമാലി SIയും സംഘവും ഫൈസലിന്റെ വീട്ടിലെത്തിയത്. പരിശോധനയ്ക്കെത്തിയ അങ്കമാലി SIയെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. സംഭവത്തിൽ DIGക്ക് ആലുവ റൂറൽ SP റിപ്പോർട്ട് നൽകി. ആ സമയത്ത് ഈ RHSലെ കൂടി ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി DIG സാറിന് അയച്ചിട്ടുണ്ട്. പ്രാഥമികമായി ഡിവൈഎസ്പിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നതായി DIG പുട്ടവിമലാദിത്യ 24നോട് പറഞ്ഞു. പ്രോപ്പർ എൻക്വയറി ഒന്നും ചെയ്തിട്ട് റിപ്പോർട്ട് ഒന്ന് പോയി, പക്ഷെ ബാക്കി നടപടി എടുക്കേണ്ടത് മറ്റുള്ളവരാണല്ലേ. മൊത്തം ഒന്ന് നോക്കണം, പ്രോപ്പറായി എൻക്വയറി നടത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് അവരെ സസ്പെൻഡ് ചെയ്തിട്ട് എൻക്വയറി നടത്തണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പോയി, അപ്പോൾ എന്ത് നടപടി ഉണ്ടാവുമെന്ന് നോക്കണം. അതിനിടെ വീട്ടിൽ വിരുന്ന് നടത്തിയിട്ടില്ലെന്ന് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസൽ 24നോട് പറഞ്ഞു.
ഡിവൈഎസ്പി വീട്ടിൽ വന്നിട്ടില്ലെന്നും എന്നാൽ പരിശോധനയ്ക്കായി പോലീസ് വീട്ടിലെത്തിയിരുന്നെന്നും തമ്മനം ഫൈസൽ. ആരോപണങ്ങൾക്ക് പിന്നിലെ വസ്തുത അറിയില്ലെന്നും തമ്മനം ഫൈസൽ പറഞ്ഞു. ഇല്ല, DSP എന്റെ വീട്ടിൽ വന്നിട്ടില്ല. എന്താണ് ഇതിന്റെ കഥ എന്ന് സത്യാവസ്ഥ എനിക്ക് അറിയാൻ പാടില്ല. എന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് വന്നിരുന്നു. പോലീസ് വന്നിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു, ഞാൻ ചെന്നു. എന്റെ വീട്ടിൽ വെറുതെ വന്നിട്ട് ചോദിച്ചിട്ട് ഒന്ന് വരാൻ പറഞ്ഞു, ഞാൻ ചെന്നു. ഡിവൈഎസ്പിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്ത ജോളിമോൻ, ദീപക് എന്നീ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഈ മാസം 31-ന് വിരമിക്കാനിരിക്കുകയായിരുന്നു ഡിവൈഎസ്പി MG സാബു. സംഭവം വിവാദമായതോടെ യാത്രയയപ്പിനായി ഒരുക്കിയ പന്തൽ പൊളിച്ചു നീക്കി. ആലുവ റൂറൽ SP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി MG സാബുവിനെതിരെയും നടപടിയുണ്ടായേക്കും. വിനീത VG, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. 7 നവജാത ശിശുക്കൾ പൊള്ളലേറ്റ് മരിച്ച ഡൽഹി വിവേക് വിഹാർ ആശുപത്രി തീപിടുത്തത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ആശുപത്രി പ്രവർത്തിച്ചത് നിയമവിരുദ്ധമായി. അലോപ്പതി ഡോക്ടർക്ക് പകരം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആയുർവേദ ഡോക്ടർ. രോഗികളെ ചികിത്സിച്ചിരുന്നത് ആശുപത്രി ഉടമയുടെ ദന്ത ഡോക്ടറായ ഭാര്യ. അങ്ങനെ അടിമുടി നിയമവിരുദ്ധത്തിൻ്റെ ഘോഷയാത്രയായിരുന്നു ഡൽഹിയിലെ ഈ ആശുപത്രിയിൽ സംഭവിച്ചത്. പിഞ്ചോമനകളുടെ ജീവൻ കവർന്ന ആശുപത്രിയിലെ നിയമലംഘനങ്ങൾ ഓരോന്നോരോന്നായി ചുരുളഴിയുകയാണ്. ജീവൻ കാത്തു സൂക്ഷിക്കേണ്ട കരങ്ങൾ തന്നെ കൂട്ടക്കുരുതിയുടെ കാരണക്കാരായി. വൻ തീപിടുത്തത്തിന് കാരണമായ വിവേക് വിഹാറിലെ ആശുപത്രിയിൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആശുപത്രി അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതുമുതൽ അങ്ങോട്ട് തുടങ്ങുന്നതാണ് ആശുപത്രിയിലെ ഗുരുതര വീഴ്ചകൾ. മാർച്ച് 31-ന് അവസാനിച്ച ലൈസൻസ് ആശുപത്രി അധികൃതർ പുതുക്കിയിട്ടില്ല. ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരുടെ യോഗ്യത സംബന്ധിച്ച സംശയങ്ങൾ നിലനിൽക്കുന്നു. സംഭവത്തിൽ നടപടി ശക്തമാക്കിയ പോലീസ് ആശുപത്രി ഉടമ നവീൻ കിച്ചി, ഡ്യൂട്ടി ഡോക്ടർ ആകാശ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഡ്യൂട്ടി ഡോക്ടർ ആകാശ് ആയുർവേദ ഡോക്ടർ എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആശുപത്രി ഉടമയുടെ ദന്ത ഡോക്ടറായ ഭാര്യയുടെയും നേതൃത്വത്തിലാണ് ചികിത്സകൾ നടന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 5 കിടക്കകൾക്ക് മാത്രം ഇടമുണ്ടായിരുന്നിടത്ത് സംഭവ സമയത്ത് 12 കിടക്കകളാണ് ഉണ്ടായിരുന്നത്. ഗുരുതര വീഴ്ചകൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതിന് പിന്നാലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച രാത്രി 11:30ഓടെയാണ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത്. ആളിക്കത്തിയ തീ കവർന്നത് 7 കുഞ്ഞുങ്ങളുടെ ജീവനാണ്. നിരവധി പേർക്ക് പരിക്കുപറ്റി. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഓരോ ദുരന്തത്തിനു പിന്നാലെ ഭരണകൂടങ്ങൾ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കാറുണ്ട്. ദിവസങ്ങൾ മാത്രമായുള്ള നടപടികൾ. പലപ്പോഴും അന്വേഷണം പോലും എവിടെയും എത്താറില്ല. എന്നാൽ ഇതിലെങ്കിലും അധികൃതരുടെ കണ്ണു തുറക്കട്ടെ. ആവർത്തിച്ചുകൂടാ ഇത്തരം നരഹത്യ. അച്യുതൻ, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപാട് ആളുകൾ ഇപ്പോൾ യൂട്യൂബിൽ പ്രതികരിക്കുന്നുണ്ട്. അതിരപ്പള്ളിയിലുണ്ടായ സംഭവത്തിൽ 24-നൊപ്പമാണെന്ന് പറഞ്ഞ് പല പ്രേക്ഷകരും പിൻബലം നൽകുന്നു. നമ്മൾ ഒന്നിച്ച ഒരു കുടുംബമായിട്ട് നടത്തുന്ന യാത്രയാണ് 24-ന്റെ സംപ്രേഷണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പിൻബലം ഞങ്ങൾ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തിലും കാണുന്നു. ഇനി പ്രതികരണ വിധി എൻ്റെ അവസാന ഘട്ടത്തിലേക്ക്. ഇനി 24 സ്പീഡ് ന്യൂസ്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന് പോലീസിന്റെ ക്രൂര ലോകമർദ്ദനം. വിവസ്ത്രനാക്കി 8 മണിക്കൂർ തല്ലി ചതിച്ചു. മർദ്ദിച്ചത് അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിന്റെ നേതൃത്വത്തിൽ. വനംവകുപ്പിനെതിരെ തെളിവുള്ള ഫോൺ പോലീസ് തോട്ടിലെറിഞ്ഞു. മുഖ്യമന്ത്രിക്കും DGPക്കും 24 ചീഫ് എഡിറ്റർ പരാതി നൽകി. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ പോലീസ് മർദ്ദിച്ചതിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ 15 ദിവസങ്ങൾക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ റൂറൽ SPക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് ME ശ്രേയാംസ് കുമാർ. പോലീസ് ഭീകരതയെ അപലപിച്ച് പത്രപ്രവർത്തക യൂണിയൻ.
സംസ്ഥാനത്ത് പോലീസ് ഗൂണ്ടാബന്ധം മറനീക്കി. തമ്മനം ഫൈസൽ എന്ന ഗൂണ്ടാ നേതാവ് സ്വന്തം വീട്ടിലൊരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവും 2 പോലീസുകാരും. വിവരം പുറത്തായത് അങ്കമാലി SI നടത്തിയ റെയ്ഡിനിടെ. SIയെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. വിരുന്നിൽ പങ്കെടുത്ത 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. ഡിവൈഎസ്പിക്ക് വീഴ്ച പറ്റിയെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്ന് DIG പുട്ട വിമലാദിത്യ 24-നോട്. വീട്ടിൽ വിരുന്ന് നടത്തിയിട്ടില്ലെന്ന് തമ്മനം ഫൈസൽ 24-നോട്. സംസ്ഥാനത്ത് മദ്യനയം മാറ്റാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളി ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു. പല തലങ്ങളിൽ യോഗങ്ങൾ ചേർന്നെന്നും അന്തിമ തീരുമാനമായിട്ടില്ലെന്നും വാർത്താക്കുറിപ്പിലൂടെ ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം. ബാർ കോഴയില്ലെന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി സംഘടനാ നേതാവ് അനിമോൻ. ശബ്ദ സന്ദേശം അയച്ചത് കെട്ടിട ഫണ്ടിനായി പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിയപ്പോഴെന്നും മൊഴി. ബാർ ഉടമകളുടെ പണപ്പിരിവ് കെട്ടിടം വാങ്ങാനെന്ന വാദം പൊളിക്കുന്ന രേഖകൾ പുറത്തുവന്നു. വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന് പിന്നിൽ അജണ്ടയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. അബ്കാരി നയം പരിശോധിക്കുന്നത് ടൂറിസം വകുപ്പാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL മാസപ്പടി ആരോപണത്തിൽ കേസെടുക്കണമെന്ന് പോലീസിനോട് ED. വഞ്ചനയും ഗൂഢാലോചനയും ഉൾപ്പെടെ 5 കുറ്റങ്ങൾ കണ്ടെത്തി. ആവശ്യമുന്നയിച്ച് DGPക്ക് കത്ത് നൽകിയത് 2 തവണ. മാസപ്പടിയിലെ ECIR റദ്ദാക്കാൻ കഴിയില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ. കേരളത്തെ പുകഴ്ത്തി കോൺഗ്രസ് നേതാവും തെലങ്കാന മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി. കേരളത്തിൽ വിഭാഗീയ ശക്തികൾക്കിടമില്ലെന്നും കേരള മോഡൽ പൊളിറ്റിക്സ് രാജ്യത്തിന് ആവശ്യമെന്നും രേവന്ത്. സംസ്ഥാനത്ത് എത്തിയപ്പോൾ അസൂയ തോന്നുന്നു. പരാമർശം കോഴിക്കോട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച സ്നേഹ സദസ്സിൽ. KSU പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ 4 നേതാക്കൾക്ക് സസ്പെൻഷൻ. നടപടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ. സസ്പെൻഷന് പിന്നാലെ പരസ്യ പ്രതികരണവുമായി നേതാക്കൾ. KPCC പ്രസിഡന്റിനെ പിന്തുണച്ചതുകൊണ്ടാണ് തനിക്കെതിരായ നീക്കമെന്ന് നടപടി നേരിട്ട അനന്തകൃഷ്ണൻ 24-നോട്. കേരളത്തിൽ ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന് പ്രവചനം. റമൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. ബംഗാളിൽ 10 ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിച്ചു. കൊൽക്കത്തയിൽ 2 മരണം. ഗുജറാത്തിലെ രാജ്കോട്ട് ഗെയിം സോൺ തീപിടുത്തത്തിൽ സർക്കാരിന് ഗുജറാത്ത് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ദുരന്തമുണ്ടാകും വരെ ഭരണകൂടം ഉറക്കത്തിലായിരുന്നു എന്ന് കോടതി ചോദിച്ചു. സംഭവത്തിൽ 7 മുനിസിപ്പൽ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി സസ്പെൻഷൻ. ഡൽഹിയിൽ 7 നവജാത ശിശുക്കൾ വെന്തുപരിച്ച ആശുപത്രിയിൽ ചട്ടലംഘനങ്ങളുടെ പരമ്പര. ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ രാജ്യം വിട്ട GDS നേതാവ് പ്രജ്വൽ രേവണ്ണ നാട്ടിലേക്ക് മടങ്ങുന്നു. ഈ മാസം 31-ാം തീയതി ബംഗളൂരുവിലെത്തി കീഴടങ്ങും. നീക്കം നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങിയതോടെ. കുടുംബത്തിനും പാർട്ടിക്കുമുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രജ്വൽ. കേരളത്തിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ മാസം 25-ാം തീയതി. വോട്ടെടുപ്പ് നടക്കുന്നത് 3 സീറ്റുകളിലേക്ക്. വിജ്ഞാപനം അടുത്ത മാസം 6-ാം തീയതി പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 13. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് വീഴ്ചയെന്ന് സബ് കളക്ടർ റിപ്പോർട്ട്. വ്യവസായ സ്ഥാപനങ്ങളുടെ നിരീക്ഷണ സംവിധാനം അപര്യാപ്തം. വലിയ പാരിസ്ഥിതിക തിരിച്ചടി ഉണ്ടായോ എന്ന് വിദഗ്ധ പരിശോധന വേണമെന്നും ആവശ്യം. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. കൊച്ചി കുണ്ടന്നൂർ മത്സ്യക്കുരുതിയിൽ പോലീസിൽ പരാതി നൽകി മരട് നഗരസഭ. തിരുവനന്തപുരം മേയറുമായുള്ള തർക്കത്തിൽ KSRTC ഡ്രൈവർ LH യദുവിന് തിരിച്ചടി. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളിക്കളഞ്ഞു. നടപടി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ന്റേത്. തർക്കം നടക്കുമ്പോൾ സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയെന്ന് യാത്രക്കാർ. വിവാദ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച പോലീസ് പ്ലാമൂട് മുതൽ പട്ടം വരെ ബസ്സും കാറും ഓടിച്ച് പരിശോധന. ബസിന്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ആംഗ്യം കാണിച്ചാൽ കാറിലുള്ളവർക്ക് കാണാൻ കഴിയുമോ എന്ന് ആയിരുന്നു അന്വേഷണം. കാണാൻ കഴിയുമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. ഇതോടെ ഈ പ്രതികരണവേദി അവസാനിക്കുന്നു. ഇനി എൻകൗണ്ടറിന്റെ കൂടെ ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു. ഓവർ ടു ഹാഷ്മി ഇബ്രാഹിം. താജ് ഇബ്രാഹിം, നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.